നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വിദ്യാഭ്യാസ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ 125ാം വാർഷികം ആഘോഷിച്ച് ഊരകം CMS LP സ്കൂൾ. സംസ്ഥാന ബജറ്റിൽ നാട്ടിക നിയോജക മണ്ഡലത്തിനും നേട്ടം. വിവിധ പദ്ധതികൾക്കായി 50 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആലപ്പാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മണപ്പുറം ഫൗണ്ടേഷൻ ECG മെഷീൻ സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ 125ാം വാർഷികം ആഘോഷിച്ച് ഊരകം CMS LP സ്കൂൾ. ക്വാഡ്രൻസ് ബ്ലാസ്റ്റ് 2026 എന്ന കലാവിദ്യാഭ്യാസ പരിപാടികളോടെയാണ് വാർഷികം സമാപിച്ചത്. CSI കൊച്ചിൻ മഹായിടവക ബിഷപ്പ് കുര്യൻ പീറ്റർ സമ്മേളനം ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക ലീമോൾ സി വോഗീസ് സ്വാഗതം ആശംസിച്ചു. വിദ്യാഭ്യാസത്തിന്റെ മൂല്യവും മിഷണറി പൈതൃകത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയും കുറിച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. 125 വർഷക്കാലം എന്ന് പറയുന്നത് ഒരു ചില്ലറ കാലഘട്ടമല്ല. ഞാൻ സിജോ സാറിനോട് ചോദിച്ചു, ഈ നാട് എങ്ങനെ ഇരുന്നിരിക്കണം അന്നത്തെ കാലത്ത്. അപ്പോൾ ഇവിടെയൊന്നും ആളുകളെ ഇല്ലായിരുന്നു. കുറച്ച് മാറി ദൂരെയാണ് ആളുകളൊക്കെ പാർത്തിരുന്നത്. ഇവിടെ ചെറിയൊരു വഴിയേ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ദീർഘദർശനത്തോടു കൂടി ദേശത്തിന് അനുഗ്രഹമാകുമാറ് ആരുടെയൊക്കെയോ ഒരു മനുഷ്യ സ്നേഹം, ദൈവസ്നേഹം, അതുപോലെ കുഞ്ഞുങ്ങളെ പ്രബുദ്ധരാക്കാനും ഒരു വളർത്താനുള്ള ഒരു ചെറിയ തിരുനാളം കൊളുത്തലാണ് വിദ്യ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. വിദ് എന്ന് പറഞ്ഞ ഒരു സംസ്കൃത വാക്കുണ്ട്. അതിൻ്റെ അർത്ഥം വിളക്കുന്ന ചെറിയൊരു വെളിച്ചമെന്നാണ്. അതിനകത്ത് നിന്നാണ് വിദ്യാഭ്യാസം, പ്രകാശത്തെ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശം. ഒരു മനുഷ്യൻ ഇരുട്ടുള്ളൊരു മുറിയിലേക്ക് കയറി വന്നപ്പോൾ വാതിലൊക്കെ തുറന്ന് പെട്ടെന്ന് ഉള്ളിലോട്ട് കയറിയാൽ അലിശം കെട്ടി താഴെ വീണു. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഇരുട്ടുള്ളത് കൊണ്ട് അദ്ദേഹം അതിനെല്ലാം ശപിച്ചു. ആരെ എവിടെ കൊണ്ടുവിട്ട്, ഞാൻ എന്തിലാണ് തട്ടി വീണത് എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ചെറിയ മെഴുകുതിരിയുമായിട്ട് ആ മുറിയിലേക്ക് കയറി വന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കണ്ണ് തെളിഞ്ഞ് വന്നത്. ആ മുറിയിലുള്ള എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ കാണുവാൻ സാധിച്ചത്. അപ്പോൾ മനസ്സിലായി, വളരെ വിലപിടിപ്പുള്ള മനോഹരമായ ഫർണിച്ചറുകളായിരുന്നു, അതിലാണ് അദ്ദേഹം തട്ടി വീണത്. അപ്പോൾ ഈ വെളിച്ചം വരുമ്പോൾ നമ്മുടെ പല അജ്ഞതകൾ, അറിവില്ലായ്മകളൊക്കെ മാറണം. CMS സ്കൂളുകളുടെ കോർപ്പറേറ്റ് മാനേജർ ജോൺസൺ E. ജോർജ് അധ്യക്ഷനായിരുന്നു. ആളുകൾ, കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുകയുണ്ടായി. പലരും പല സ്ഥാനങ്ങളിൽ അവർ എത്തി. ഇനിയും നമുക്ക് ഒത്തിരി പരിമിതികളുണ്ട് എങ്കിലും ഒത്തിരി കാര്യങ്ങൾ വളരെ മുന്നേറേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പഴയ കാലത്തെ പോലെ അത്ര എളുപ്പമുള്ളതായ ഒരു കാര്യമല്ല. നമ്മളെ പണ്ടത്തെ പോലെ എല്ലാ കാര്യങ്ങളും ഇന്ന് ഒത്തിരി മാറിയിരിക്കുന്നു. അധ്യയനം തന്നെ വലിയ ഒരു ദുഷ്കരമായിരിക്കുന്നു. കോവിഡ് കാലഘട്ടത്തിന് ശേഷമൊക്കെയും അധ്യയന കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഒത്തിരി പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ജീവിപ്പാൻ ചെടിയും മരങ്ങളും കളിസ്ഥലങ്ങളൊക്കെയും ധാരാളമായിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇതെല്ലാം പരിമിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. എങ്കിലും ഈ സ്കൂള് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും നമ്മുടെ ഇവിടെയുള്ള അധ്യാപകരുടെയും PTA-യുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഇവിടെ ഇത്രയും ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്കും ഇതിൻ്റെ നിലനിൽപ്പിനും കാരണമായി തീർന്നത്. ഇതൊരു അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണവും പിന്തുണയും ആവശ്യമാണ്. അത് നമുക്ക് താമസം കൂടാതെ ഈ പ്രോജക്റ്റ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. മഹായിടവകയിൽ നിന്ന് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ നടപടിക്രമങ്ങൾ ഇനി ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു പ്ലാനൊക്കെ വരച്ചുവെങ്കിലും അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഫണ്ട് എങ്ങനെ നമുക്ക് റേസ് ചെയ്യാൻ സാധിക്കും
എന്നുള്ള പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇനി ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോർ ജോർജ് സ്മരണിക പ്രകാശനം നിർവഹിച്ചു. ഗായകൻ വൈഷ്ണവ് വെള്ളംകണ്ടത്ത് മുഖ്യാതിഥിയായി. മിഷണറി പൈതൃകത്തെക്കുറിച്ച് ജോൺ ജോസഫ്, സ്വപ്നങ്ങളിലൂടെ മുന്നേറുന്ന തലമുറയെക്കുറിച്ച് PK മാമൻ എന്നിവർ സന്ദേശം നൽകി. പൂർവ്വ വിദ്യാർത്ഥി സുഭാഷിനെ ആദരിക്കൽ ബിജീഷ് പുലിപറമ്പിൽ നിർവഹിച്ചു. പ്രധാനാധ്യാപകന്റെ നെയിം ബോർഡ് പോൾ ജോസഫ് അനാച്ഛാദനം ചെയ്തു. AK ഷഫിയ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചെർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യാ രമേശ് സമ്മാനദാനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് M ഷാനവാസ്, പഞ്ചായത്ത് പ്രതിനിധികൾ, വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഇവാൻ ബീറ്റ്സ് അവതരിപ്പിച്ച സംഗീത പരിപാടിയും അരങ്ങേറി. സംസ്ഥാന ബജറ്റിൽ നാട്ടിക നിയോജക മണ്ഡലത്തിനും നേട്ടം. വിവിധ പദ്ധതികൾക്കായി 50 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. അന്തിക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ 2ാം ഘട്ട നിർമ്മാണത്തിനായി 5 കോടി രൂപയാണ് വകയിരുത്തിയത്. തളിക്കുളം ബ്ലോക്ക് വ്യവസായ സമുച്ചയം കെട്ടിടം 2ാം ഘട്ട നിർമ്മാണത്തിന് 5 കോടി. കോതകുളം ബീച്ച് റോഡ് BM&BC ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്തലിന് 2 കോടി. ആലപ്പാട് പുള്ളി റോഡ് BM&BC പ്രവർത്തിക്കായി 2.5 കോടി. മുറ്റിച്ചൂർ ചെമ്മാപ്പള്ളി വഴി കണ്ടശാം കടവ് തൃപ്രയ റോഡ് BM&BC ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്തലിന് 2.5 കോടി. കോനിക്കര ഇറക്കം മുതൽ ഊരകം വരെയുള്ള ഊരകം പോലീസ് സ്റ്റേഷൻ റോഡ് BM&BC ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്താൻ 1.5 കോടി. താന്യം കുട്ടംകുളം സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് 1.25 കോടി രൂപ എന്നിങ്ങനെയാണ് തുക വകയിരുത്തിയത്. കൂടാതെ പെരിങ്ങോട്ടുകര LP സ്കൂൾ പുതിയ കെട്ടിട നിർമ്മാണത്തിന് 2 കോടി രൂപയും പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി ആസ്ഥാന മന്ദിരം കെട്ടിട നിർമ്മാണത്തിന് 50 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ബന്ധപ്പെട്ട പ്രവൃത്തികൾ മുൻഗണനാടിസ്ഥാനത്തിൽ 20% ടോക്കൺ പ്രൊവിൻഷ്യൽ പൂർത്തിയാക്കും. വലപ്പാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പുതിയ കെട്ടിട നിർമ്മാണത്തിന് 5 കോടി രൂപ. കിഴുപ്പിളിക്കര നളന്ദ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിന് 5 കോടി. ജയന്തി ബണ്ട് ആലപ്പാട് ഫെറി റോഡ് BM&BC പ്രവൃത്തിക്കായി 3 കോടി. നാട്ടിക ഫയർ സ്റ്റേഷൻ വിശ്രമമുറി നിർമ്മാണത്തിന് 1.5 കോടി. നാട്ടിക നിയോജക മണ്ഡലത്തിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ നിർമ്മാണത്തിന് 1 കോടി. പാലപ്പെട്ടി ബീച്ച് റോഡ് BM&BC ചെയ്യാൻ 1 കോടി 80 ലക്ഷം രൂപ. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നെല്ല് സംഭരണ കേന്ദ്രം നിർമ്മിക്കാൻ 5 കോടി. പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിന്റെ 2ാം ഘട്ട നിർമ്മാണത്തിന് 1 കോടി. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പൊതു കളിയിടം ടർഫ് നിർമ്മാണത്തിന് 25 ലക്ഷം. 9 ഗ്രാമപഞ്ചായത്തുകളിൽ അംഗൻവാടികളുടെ നിർമ്മാണത്തിന് 1 കോടി. ആനക്കല്ല് ചങ്ങല ഗേറ്റ് ബോട്ട് ജെട്ടി റോഡ് BM&BC പ്രവൃത്തിക്കായി 4 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആലപ്പാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മണപ്പുറം ഫൗണ്ടേഷൻ ECG മെഷീൻ സമർപ്പിച്ചു. CSR വിഭാഗം, മൈബ്രോ ഇൻഷുറൻസ് വിഭാഗം എന്നിവയുടെ സഹകരണത്തോടെയാണ് ECG മെഷീൻ നൽകിയത്. മണപ്പുറം ഫൗണ്ടേഷൻ CSR മേധാവി ശില്പ ട്രീസ സെബാസ്റ്റ്യൻ ECG മെഷീൻ കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ അധ്യക്ഷയായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻസി നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KK പ്രകാശൻ, TB മായ, വിനീത ബെന്നി, MV സുരേഷ്, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KS ഗിരീഷ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KK ശശിധരൻ, മണപ്പുറം ഫൗണ്ടേഷൻ ഇൻഷുറൻസ് വിഭാഗ മേധാവി EP ചന്ദ്രൻ, ആലപ്പാട് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ PM മിനി, ഹെൽത്ത് സൂപ്പർവൈസർ S രഘീഷ് എന്നിവർ സംസാരിച്ചു. തൃശൂരിൽ നടന്ന അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം നടത്തിയ KM ദേവർഷിന് ആദരം. കോൺഗ്രസ് താന്യം മണ്ഡലം 6ാം വാർഡ് കമ്മിറ്റിയാണ് ആദരം നൽകിയത്. ഗാനമേളയിൽ A ഗ്രേഡ്, മൃദംഗം വായനയിൽ A ഗ്രേഡ്, ചെണ്ട B ഗ്രേഡ് എന്നിവയാണ് ദേവർഷ് കരസ്ഥമാക്കിയ നേട്ടം. തൃശൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയും കൈപ്പുള്ളി മനേഷ് വിജിത ദമ്പതികളുടെ മകനുമാണ് ദേവർഷ്. ദേവർഷിന്റെ വസതിയിൽ നടന്ന ആദര ചടങ്ങ് കോൺഗ്രസ് ചാഴൂർ മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായറാം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ആനന്ദകരമായ ഒരു മുഹൂർത്തമാണ് ഈ കൊച്ചുകുടികൾ ടെക്നിക്കൽ കലോത്സവത്തിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പ്രൈസ് വാങ്ങിയിട്ടാണ് ഈ അഭിമാന മുഹൂർത്തത്തിന് കമ്മിറ്റി നൽകുകയാണ്. താന്യം മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ മുഖ്യാതിഥിയായി. ദേവർഷനെ സംബന്ധിച്ച്, ദേവർഷന്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ദേവർഷനെ സംബന്ധിച്ച് 2000-ൽ പരം കുട്ടികൾ പങ്കെടുത്ത ടെക്നിക്കൽ കലോത്സവമാണ്. ഹൈസ്കൂൾ വിഭാഗത്തിലാണ്, ഹൈസ്കൂൾ സ്റ്റാറ്റസിലാണ് ദേവർഷൻ പങ്കെടുത്തിരുന്നത്. മൃദംഗ വിദ്വാനാണ്, സാരല്ല മൃദംഗ വിദ്വാനാണ്. നമുക്ക് പല കച്ചേരികളിൽ ചിലപ്പോൾ ദേവർഷൻ നമുക്ക് കാണാൻ കഴിയും. നാളുകളിൽ സോഷ്യൽ മീഡിയയിൽ ദേവർഷൻ തരംഗമായി മാറാൻ സാധിക്കും. ദേവർഷ് ചെണ്ടമേളത്തിൽ 2nd പ്രൈസും കൂടിയാണ് ടെക്നിക്കൽ ഉത്സവത്തിന്
ചെന്നൈയിൽ കിട്ടിയത് അല്ലേ, ബി ഗ്രേഡാണ് കിട്ടിയത്. ഗാനമേളയിൽ ആ ഗ്രൂപ്പിൽ എ ഗ്രേഡാണ്, ആ ഗ്രൂപ്പിന് എ ഗ്രേഡ് കിട്ടിയത്. അപ്പോൾ 3 പ്രൈസ് എന്ന് പറയുമ്പോൾ തന്നെ അഭിമാനമാണ്. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആന്റോ തുറയൻ, വിനോഷ് വടക്കേടത്ത്, സലീഷ് കരിപ്പാറ, ഷിബിത സലീഷ്, ശിവജി കൈപ്പള്ളി, വി കെ തിലകൻ എന്നിവർ സംസാരിച്ചു. പഠനത്തോടൊപ്പം സ്വയം വരുമാനം കണ്ടെത്താനുള്ള മൊബൈൽ ആപ്ലിക്കേഷന് രൂപം നൽകി 3 വിദ്യാർത്ഥിനികൾ. തൃശൂർ പുറനാട്ടുകര ശ്രീ ശാരദ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികളാണ് പുത്തൻ ആശയം പരിചയപ്പെടുത്തുന്നത്. പ്രാദേശിക മേഖലയിൽ തൊഴിൽ കണ്ടെത്താനുള്ള എളുപ്പമാർഗമാണ് പുതിയ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ വിദ്യാർത്ഥികൾ ലക്ഷ്യമിടുന്നത്. വിദേശ രാജ്യങ്ങളിലെ പോലെ പഠനത്തോടൊപ്പം ജോലിയും എന്നതാണ് പുതിയ ആശയത്തിന്റെ അടിത്തറ. പുറനാട്ടുകര ശ്രീ ശാരദ സ്കൂളിലെ വിദ്യാർത്ഥിനികളായ ശ്രേയ, ഹൃതിക, ഡെൽന എന്നിവർ ചേർന്നാണ് പുതിയ മൊബൈൽ ആപ്ലിക്കേഷന് രൂപം നൽകിയത്. ആപ്ലിക്കേഷന്റെ അടിസ്ഥാന രൂപം ഇതിനകം പൂർത്തിയാക്കി. ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ വിവരങ്ങൾ മുഖേന അനുയോജ്യമായ ജോലി എവിടെയാണെന്ന് ഉടൻ കണ്ടെത്താൻ കഴിയുന്നു എന്നതാണ് പ്രത്യേകത. ആപ്ലിക്കേഷനിലൂടെ പഠനത്തിന്റെ ഇടവേളയിൽ പാർട്ട് ടൈം ജോലി ചെയ്ത് സ്വന്തമായി വരുമാനം നേടാൻ വിദ്യാർത്ഥികൾക്കാകും. ഇതിലൂടെ ലഭിക്കുന്ന പണം തുടർ പഠനത്തിനടക്കം ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇടത്തരം കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് ഇത് ഏറെ സഹായകരമാകും. പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകാൻ കടമ്പകൾ താണ്ടാനുള്ള ശ്രമത്തിലാണ് വിദ്യാർത്ഥിനികൾ. അപ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് നമ്മുടെ കുട്ടികളുണ്ടല്ലോ, ഇവർക്കെല്ലാം ഒരു കഴിവുകളുണ്ടാവും. ആ കഴിവ് ഉപയോഗിച്ച് ഇവർക്ക് പൈസ സമ്പാദിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഞങ്ങൾ ഈ വെബ്സൈറ്റിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 ഓപ്ഷനാണുള്ളത്. സ്റ്റുഡൻസിന് ലോഗിൻ ചെയ്യാനും ഒപ്പം ഈ ബിസിനസ് അല്ലെങ്കിൽ അവർക്ക് ജോലി കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലോഗിൻ ചെയ്യാനുള്ള 2 പോർട്ടലാണുള്ളത്. അപ്പോൾ കുട്ടികൾ അവരുടെ കഴിവുകൾ മറ്റും അവരുടെ സമയപരിധി എല്ലാം കൂടി രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ബയോ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഈ ജോലി ആവശ്യം ഉള്ള കുട്ടികൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ജോലിയിലേക്കാണ്, ഇപ്പോൾ ചെറിയ ചെറിയ ടാസ്കുകളിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഓൺട്രപ്രനേഴ്സിനാണെങ്കിൽ കൂടി അവർക്ക് ഒരു വലിയൊരു വർക്കിംഗ് പോപ്പുലേഷനെ സാലറി കൊടുക്കാനുള്ള കഴിവുണ്ടാവില്ല പുതിയ സ്റ്റാർട്ടപ്സ് ഒക്കെ ആകുമ്പോൾ. അപ്പം അവർക്ക് ഇതുപോലെ കഴിവുകളുള്ള കുട്ടികളെ അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ എന്താണ്, എന്ത് സ്കില്ലുള്ള കുട്ടികളാണ് വേണ്ടതെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ വെബ്സൈറ്റ് ഇത് 2 കൂടി മാച്ച് ചെയ്യിപ്പിക്കും. അങ്ങനെ അവിടെ ഒരു മാച്ചിങ് സംഭവിക്കും. അപ്പോൾ ഇതെന്തിനാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരുപാട് ഫാമിലീസ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അവരുടെ ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാങ്കേതിക സഹായത്തിനൊപ്പം നിർമ്മാണ ചെലവും കുട്ടികൾ കണ്ടെത്തേണ്ടതുണ്ട്. പുതിയ ആശയം ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന യങ് ഇന്നോവേറ്റീവ് പരിപാടിയിൽ അവതരിപ്പിക്കാനാണ് വിദ്യാർത്ഥിനികളുടെ തീരുമാനം. യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അവരുടെ പഠനത്തോടൊപ്പം തന്നെ 4 മണിക്കൂറുകളോളം വേറെ ഒപ്പം തന്നെ ജോലിക്കായിട്ട് കുട്ടികളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, അവർക്ക് അതിനൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ, ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി 4 മണിക്കൂർ കുട്ടികൾ ജോലിയിലും കൂടി ഏർപ്പെടുകയാണെങ്കിൽ അവർക്കത് പഠനത്തിന് ഒരു സഹായകമാവും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാഴൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. DR ഒരു 6 തവണ 6 ഗഡു DR ബാക്കി കിട്ടാനുണ്ട്, അനുവദിച്ചതിൻ്റെ കുടിശ്ശിക ബാക്കി കിട്ടാൻ, ഇങ്ങനെയൊക്കെ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ലഭിക്കാനുള്ളതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇത്തരം സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 12ാം ശമ്പള പെൻഷൻ പരിഷ്കരണം കഴിഞ്ഞ ജൂലൈയിൽ നടക്കേണ്ടതായിരുന്നു. 2024 ജൂലൈയിൽ, 2025 ജൂലൈയും കഴിഞ്ഞു, 2026 ജൂലൈയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരമൊരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നാളത്തെ ബഡ്ജറ്റ് വരുമ്പോൾ അതിലെന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ 2019 11ാം പരിഷ്കരണം അത് കോവിഡ് കാലഘട്ടത്തിനിടയിലായിട്ട് പോലും അത് നടത്താൻ സാധിച്ചതിൽ എല്ലാവരും വളരെയേറെ സന്തോഷിച്ചിരിക്കുന്നു.
ആ പരിഷ്കരണത്തിൻ്റെ പ്രത്യേകത ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാവരുടെയും പരിഷ്കരണം നടന്നു എന്നുള്ളതാണ്. KSSPU ചാടൂർ യൂണിറ്റ് പ്രസിഡന്റ് NI ഗോപി അധ്യക്ഷനായി. തൃശൂർ ജില്ലാ സെക്രട്ടറി ശ്യാമളാദേവി മുഖ്യാതിഥിയായി. യൂണിറ്റ് സെക്രട്ടറി TC സുബ്രഹ്മണ്യൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ MD ബാബു, സംസ്ഥാന കൗൺസിൽ അംഗം EV ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തെലങ്കാനയിൽ നടന്ന സദേൺ ഇന്ത്യ സയൻസ് ഫെയറിൽ മികവാർന്ന നേട്ടത്തിൽ ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂൾ. ഗ്രൂപ്പിന് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ 2 കുട്ടികളാണ് സ്കൂളിന്റെ അഭിമാനമായത്. തെലങ്കാനയിലെ ഗോഡിയൻ ഇന്റർനാഷണൽ സ്കൂളിൽ കഴിഞ്ഞ 19 മുതൽ 23 വരെയാണ് സദേൺ ഇന്ത്യ സയൻസ് ഫെയർ നടന്നത്. കേരളത്തിൽ നിന്നുള്ള മത്സരാർത്ഥികളിൽ ഗ്രൂപ്പിനത്തിൽ 1ാം സ്ഥാനം നേടിയത് ചന്ദ്രാപിനി സ്കൂളിലെ സനീൻ, ജാസിം, കാർത്തിക് P പണിക്കർ എന്നീ കുട്ടികളാണ്. മൂടൽ മഞ്ഞിനെ വെള്ളമാക്കി മാറ്റുന്ന ഫോഗ് ഹാർവെസ്റ്റിംഗ് രീതിയാണ് ഇവർ വോക്കിംഗ് മാതൃകയിൽ അവതരിപ്പിച്ചത്. 1ാം സ്ഥാനം നേടിയ കുട്ടികൾ ദക്ഷിണേന്ത്യൻ ശാസ്ത്രമേളയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ചന്ദ്രാപിനി സ്കൂളിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് സൗത്ത് ഇന്ത്യൻ മത്സരത്തിൽ കുട്ടികൾ പങ്കെടുക്കുന്നത്. ഫിസിക്സ് അധ്യാപിക ജിജിയുടെ മേൽനോട്ടത്തിൽ കുട്ടികൾ പ്രൊജക്ടിന് രൂപം നൽകുകയായിരുന്നു. ഫോർ എക്സാമ്പിൾ മരുഭൂപ്രദേശങ്ങളുണ്ടാവുമല്ലോ, അവിടെ നമുക്കുള്ള വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ വെള്ളത്തിനൊരു സോഴ്സ് ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ ഉള്ളൊരു സോഴ്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ ഉള്ള പോലെ പുഴ, കിണർ, സാധനങ്ങളൊന്നും ഇല്ല. അവിടെ ഉള്ളൊരു സംഭവമാണ് സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യ ഉദിക്കുന്നതിന് മുമ്പും വരെ നിൽക്കുന്ന മൂടൽ മഞ്ഞ്, മോർണിംഗ് ഫോഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി അതിന് എഫക്റ്റീവ്ലി ആക്റ്റീവായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ അതിനൊരു ഒരു സിസ്റ്റം ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ആക്റ്റീവായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണിത്. നമ്മളിത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡെസേർട്ട് ഏരിയസ്, മരുഭൂമി പ്രദേശങ്ങളിലാണ്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി എനർജി യൂസ് ചെയ്യാൻ, നമുക്ക് ഗ്രീൻ എനർജി യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സെൽ പവറാണ്. അപ്പോൾ നമുക്ക് മരുഭൂമിയിലാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന എനർജി എന്ന് പറയുന്നത് വിൻഡ് എനർജി, സോളാർ എനർജിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ടർബൈൻസും, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടർബൈൻസും സൺ ട്രാക്കിംഗ് സോളാർ സിസ്റ്റമാണ്. സദേൺ ഇന്ത്യ സയൻസ് ഫെയറിൽ നടന്ന ക്വിസ് മത്സരത്തിലും സനീൻ, ജാസിമും കാർത്തിക് P പണിക്കരും 1ാം സ്ഥാനം നേടി. ഇരുവരും ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. കയ്പമംഗലം കൂരിക്കുഴി ചെറുവട്ടത്ത് അബ്ദുൽ ഷുക്കൂർ റൈഹാന ദമ്പതികളുടെ മകനാണ് സനീൻ ജാസിം. ചന്ദ്രാപിനി കണ്ണനാംകുളം കളരിക്കൽ വീട്ടിൽ പ്രവീൺ, രനിത ദമ്പതികളുടെ മകനാണ് കാർത്തിക് P പണിക്കർ. സദേൺ ഇന്ത്യ സയൻസ് ഫെയറിലെ നേട്ടം സ്കൂളിനൊപ്പം നാടിന്റെ വിജയവുമാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെരിഞ്ഞനം യൂണിറ്റ് വാർഷിക സമ്മേളനവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. സമ്മേളനത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പരിശോധനയ്ക്കാണ് ഊന്നൽ നൽകുന്നത്. മറ്റു വർത്തമാനങ്ങളൊക്കെ നിർബന്ധമായി വളരെ ഒരു പരിമിതമായ ഒരു ചടങ്ങ് എന്നുള്ളതിൽ മാത്രമാണ് കാണുന്നത്. ഇന്നിപ്പോൾ സംസ്ഥാനത്തെ ബജറ്റ്, സംസ്ഥാന ഗവൺമെന്റ് ബജറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ബജറ്റ് സമ്മേളനത്തിൽ ധനമന്ത്രി അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടെയാണ് പെൻഷൻകാരായിട്ടുള്ള എല്ലാവരും അതിനെ നോക്കിക്കാണുക. ഇന്നീ സമ്മേളനം കഴിയുമ്പോഴേക്കും ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒട്ടേറെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പെൻഷൻകാർ. അതിനുള്ള പ്രക്ഷോഭങ്ങൾ നടക്കാറുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റ് സമീപനം എന്തെന്നുള്ളതൊക്കെ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. പെരിഞ്ഞനം NSS ഹാളിൽ നടന്ന സമ്മേളനം പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു ഉദ്ഘാടനം ചെയ്തു. KSSPU യൂണിറ്റ് പ്രസിഡന്റ് P വിജയകുമാർ അധ്യക്ഷനായി. സെക്രട്ടറി KK രാമകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ PK മുഹമ്മദ് സഗീർ വാർഷിക കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി KU സുബ്രഹ്മണ്യൻ, ട്രഷറർ VK അശോകൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗം PA കമറുദ്ദീൻ, C ഗോപാലകൃഷ്ണൻ, TM ജ്യോതി പ്രകാശൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പെരുമ്പിള്ളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ ദ്വാദശിയൂട്ട് വെള്ളിയാഴ്ച നടക്കും. രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ, മഹാഗണപതി ഹോമം, കാൽ കഴുകിച്ച് ഊട്ട്, ലക്ഷ്മി നാരായണ പൂജ, ഭൂമിപൂജ, തുടർന്ന് നാമജപവും നടക്കും. രാവിലെ 11 മണി മുതൽ 1 മണി വരെ പ്രസാദ ഊട്ട് വിതരണം ചെയ്യും. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് സമർപ്പണവും ഉണ്ടാകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 8943703399 അല്ലെങ്കിൽ 9633531374. ഇനി ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 16,395 രൂപ, പവന് 1,31,160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വിദ്യാഭ്യാസ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ 125ാം വാർഷികം ആഘോഷിച്ച് ഉരകം CMS LP സ്കൂൾ. സംസ്ഥാന ബജറ്റിൽ നാട്ടിക നിയോജക മണ്ഡലത്തിനും നേട്ടം. വിവിധ പദ്ധതികൾക്കായി 50 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആലപ്പാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മണപ്പുറം ഫൗണ്ടേഷൻ ECG മെഷീൻ സമർപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.